മറ്റൊരു വാർത്തയിലേക്കാണ്. കർണാടകയിലെ ബുൾഡോസർ രാജിനെ കുറിച്ച് സിപിഎമ്മിന്റെ പ്രതികരണം എന്ന രീതിയിൽ പ്രചരിച്ച വാർത്തകൾ നിഷേധിച്ച് കർണാടക സിപിഎം. വിഷയത്തിൽ പാർട്ടിയുടെ മറ്റ് ഘടകങ്ങൾ ഇടപെടേണ്ട എന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് സിപിഎം കർണാടക സംസ്ഥാന കമ്മിറ്റിയുടെ വിശദീകരണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളും കേരള മുഖ്യമന്ത്രിയും യലഹങ്കയിൽ അനാവശ്യ രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കുന്നുവെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പ്രതികരിച്ചു. സലാം മുഹമ്മദ് ഷെയ്ദിന്റെ വിശദാംശങ്ങൾ നൽകാനായി. സലാം, ബുൾഡോസർ രാജിനെ കുറിച്ച് വ്യാപക വിമർശനം കർണാടക സർക്കാരിനെതിരെ ഉയരുന്ന സാഹചര്യത്തിൽ കേരള മുഖ്യമന്ത്രി അടക്കം വിഷയത്തിൽ ഇടപെടുകയും മുഖ്യമന്ത്രി അടക്കം രൂക്ഷമായ ഭാഷയിൽ കർണാടക വിമർശിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴെന്താണ് പറയുന്നത്? കർണാടക സിപിഎമ്മിന്റെ വിശദീകരണം എന്താണ്? ജിനാദ്, ഹിന്ദു പത്രമാണ് കർണാടകയിൽ മറ്റു ഘടകങ്ങൾ സിപിഎമ്മിന്റെ മറ്റു ഘടകങ്ങൾ ഇടപെടേണ്ടതില്ല എന്ന തരത്തിൽ കർണാടക സിപിഎം പറഞ്ഞു എന്ന തരത്തിലൊരു വാർത്ത പുറത്തുവിട്ടത്. അത് നിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ കർണാടക സിപിഎം ഘടകം രംഗത്തെത്തിയിരിക്കുന്നത്. തങ്ങളങ്ങനെ മറ്റു ഘടകങ്ങൾ കർണാടകയിൽ ഇടപെടേണ്ടതില്ല എന്ന കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സിപിഎമ്മിന്റെ കർണാടക ഘടകം പറയുന്നത്. അത് സംബന്ധിച്ച ഒരു പത്രക്കുറിപ്പാണ് അവർ ഇറക്കിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ യലഹങ്കയിൽ ഒരു സന്ദർശനം നടത്തിയിരിക്കുകയാണ് കർണാടക ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഡി കെ ശിവകുമാർ. അതിനുശേഷം അദ്ദേഹം എക്സിൽ ചില വിവരങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. ഈ കാര്യത്തിൽ, അതായത് കുടിയേറ്റക്കാരെ ഒഴിപ്പിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്നത് തെറ്റാണ്. പകരം അവിടെ സർക്കാരിന്റെ ഭൂമിയാണ്. സർക്കാർ ഭൂമി 9 വർഷം മുമ്പാണ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടി വിട്ടുകൊടുത്തത്. അതിനുശേഷം അവിടെ ചിലർ കയ്യേറുകയും അതോടൊപ്പം തന്നെ അവിടെ ചില നിർമ്മാണങ്ങൾ നടത്തുകയും ചെയ്തു. വീടുകൾ ഉണ്ടാക്കി പാവപ്പെട്ട ആളുകളിൽ നിന്നും പണം വാങ്ങി അവർക്ക് വിൽപ്പന നടത്തുകയാണ് ചെയ്തത്. അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവും. ആരാണ് ഇങ്ങനെ പണം വാങ്ങി ഈ ഭൂമി കയ്യേറ്റം ചെയ്ത് അവിടെ നിർമ്മാണങ്ങൾ നടത്തുകയും പാവപ്പെട്ട ആളുകളിൽ നിന്നും പണം കളക്ട് ചെയ്തവരെ കണ്ടെത്തുകയും അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഈ കുടുംബങ്ങൾ, കുടിയൊഴിപ്പിക്കപ്പെട്ട കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ഇപ്പോൾ ചേർന്നിട്ടുണ്ട്. അതിൽ തന്നെ വിശദമായി ഈ വിവരങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവരെ പുനരധിവസിപ്പിക്കുന്നത് ഏത് തരത്തിലാണെന്ന കാര്യങ്ങളൊക്കെ തന്നെ അറിയിക്കും എന്നുള്ളത് കൂടിയാണ് ഡി കെ ശിവകുമാർ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കേരള സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിട്ട് കേരള മുഖ്യമന്ത്രിയെ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ വലിയ രൂക്ഷ വിമർശനം തന്നെ ഡി കെ ശിവകുമാർ ഉയർത്തുന്നുണ്ട്. കേരള മുഖ്യമന്ത്രിയും സിപിഎമ്മിന്റെ ചില നേതാക്കളും ഈ വിഷയത്തെ അനാവശ്യ രാഷ്ട്രീയ വിവാദമാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകളാണ് നടത്തുന്നത്. കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുക എന്നത് മാത്രമാണ് കർണാടക സർക്കാർ ചെയ്തിട്ടുള്ളത്. അതിനെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഇടപെടലാണ് കേരള മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നടക്കം ഉണ്ടായത്. അതിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എക്സിലും അതോടൊപ്പം തന്നെ ഈ സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞത്. ആ വിമർശനം കൃത്യമായി ഉയർത്തുകയായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോടും ചെയ്തത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ കണക്കുന്നതിനിടെ ഇവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കത്തിലേക്ക് കർണാടക സർക്കാർ കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു യോഗം ഇത് വിശദമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു യോഗം ചേരുകയും ഇക്കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുകയും ചെയ്തു എന്നുള്ളത് ഡി കെ ശിവകുമാർ തന്നെ അറിയിക്കുകയും ചെയ്തു. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം, റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ നേരത്തെ കർണാടക ന്യൂനപക്ഷ കാര്യമന്ത്രി ചില വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. 180 കുടുംബങ്ങൾക്ക് യശ്വന്ത്പൂരിൽ അവർക്ക് നിർമ്മാണം, അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ കർണാടക സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റുള്ളവർ, അതായത് ഈ 180 കുടുംബങ്ങളിൽ പെടാത്തവർക്ക് 2 ഏക്കർ സ്ഥലം മറ്റു സ്ഥലത്ത് കണ്ടെത്തി അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ കൂടി ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും കർണാടക സർക്കാർ ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഡി കെ ശിവകുമാർ പറയുന്നത്. അതിൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്ത്